ദുബായ് താമസക്കുടിയേറ്റ വകുപ്പിന്റെ സ്മാർട്ട് സർവീസുകളുടെ ആദ്യഘട്ടമായി മെയ് മാസത്തിലാണ് 28 ആപ്ലിക്കേഷനുകൾ അവതരിപ്പിച്ചത്. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ആപ്ലിക്കേഷനുകൾ അടങ്ങിയ പാക്കേജ് പുറത്തിറക്കിയത്. സ്മാർട്ട് സർവീസിന്റെ രണ്ടാം ഘട്ടമെന്ന നിലയിലാണ് 30 ആപ്ലിക്കേഷനുകൾ കൂടി തയ്യാറാക്കുന്നത്. മൊബൈൽ ഫോണുകൾ, ടാബുകൾ എന്നിവ വഴി വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എളുപ്പത്തിൽ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. സ്വദേശികൾക്കും പ്രവാസികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് ഈ സേവനങ്ങൾ. പ്രവാസികളുടെ കുടുംബ വിസ അപേക്ഷകൾ സമർപ്പിക്കാനും സ്റ്റാറ്റസ് അറിയാനും വരെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കഴിയും. ആപ്ലിക്കേഷൻ വഴി 24 മണിക്കൂറും വകുപ്പിന്റെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് വകുപ്പ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ മുഹമ്മദ് അൽ മാറി പറഞ്ഞു. അപേക്ഷകളുടെ വിവരങ്ങളുടെ രഹസ്യ സ്വഭാവവും അവയുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന വിധമാണ് ഓരോ ആപ്ലിക്കേഷനും തയ്യാറാക്കിയിട്ടുള്ളത്. ദുരുപയോഗത്തിനുള്ള പഴുതടച്ചാണ് ഓരോ ഘട്ടവും കൈകാര്യം ചെയ്തിരിക്കുന്നത്. വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അപേക്ഷകളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 8.88% വർധനയുണ്ടായിട്ടുണ്ട്. ഈ വർഷം 3,10,00,000-ലേറെ അപേക്ഷകളാണ് വകുപ്പിലെത്തിയതെന്നും ഡയറക്ടർ ജനറൽ അറിയിച്ചു. മീഡിയ 1 ദുബായ്.